ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സിനിമ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജൂൺ 15. മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസം. ഇന്ന് നമ്മൾ ഓർക്കുന്നത് ഒരു നടനെ മാത്രമല്ല, മലയാള സിനിമയിൽ അഭിനയത്തിനൊരു പുതിയ ഭാഷ പഠിപ്പിച്ച മനുഷ്യനെയാണ്, സത്യൻ മാഷിനെ. 1940കളിലെ കേരളം. ഒരു യുവാവ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പല ജോലികളും ചെയ്യുകയായിരുന്നു. ഒരിക്കൽ അധ്യാപകൻ, പിന്നീട് സൈനികൻ, അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെ ജീവിതത്തോട് പോരാടിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഒരു ദിവസം കേരളം മുഴുവൻ തൻ്റെ പേരിൽ അറിയപ്പെടുമെന്ന്. അദ്ദേഹത്തിൻ്റെ കഥ സിനിമയിൽ നിന്നല്ല തുടങ്ങുന്നത്. കൗമാരക്കാരനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് സിനിമാ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബം നോക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് ലക്ഷ്യം. അതിനാലാണ് അദ്ദേഹം അധ്യാപകനായത്. പിന്നീട് സൈന്യത്തിൽ ചേർന്നു, രാജ്യം സേവനം ചെയ്തു. അതിനുശേഷം പോലീസ് വകുപ്പിൽ ജോലി ലഭിച്ചു. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം. പക്ഷേ വിധി അദ്ദേഹത്തിനായി മറ്റൊരു വഴി തയ്യാറാക്കി വെച്ചിരുന്നു. 1950കളുടെ തുടക്കം. മലയാള സിനിമ അന്ന് കുഞ്ഞായിരുന്നു. ഇത് നമ്മൾ കാണുന്ന പോലെ വലിയ വ്യവസായമല്ല. അപ്പോൾ ഒരവസരം അദ്ദേഹത്തെ തേടിയെത്തി. സിനിമയിൽ അഭിനയിക്കാമോ എന്നൊരു ചോദ്യം. സത്യൻ സിനിമയിലെത്തുമ്പോൾ യുവാവായിരുന്നില്ല. സിനിമയിലെ നായകനാകുവാൻ ആളുകൾ സ്വപ്നം കാണുന്ന പ്രായം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അഭിനയ രംഗത്ത് വന്നത്. 1952 ആത്മസഖി എന്ന ചിത്രത്തിലൂടെ തുടക്കം. പക്ഷേ 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ആ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. അതോടൊപ്പം സത്യൻ മലയാളികളുടെ മനസ്സിൽ സ്ഥിരതാമസമാക്കി. അന്ന് അഭിനയമെന്നാൽ നാടകീയമായ സംഭാഷണങ്ങളും അതിശയോക്തി നിറഞ്ഞ പ്രകടനങ്ങളുമായിരുന്നു. പക്ഷേ സത്യൻ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം അഭിനയിച്ചില്ല, ജീവിച്ചു കാണിച്ചു. കരയേണ്ട രംഗങ്ങളിൽ അദ്ദേഹം ശരിക്കും വേദനിച്ചു. ചിരിക്കേണ്ട രംഗങ്ങളിൽ സ്വാഭാവികമായി ചിരിച്ചു. ഒരു സിനിമ, 2 സിനിമ, 10 സിനിമ, അങ്ങനെ കഥാപാത്രങ്ങൾ വർദ്ധിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയില്ല: ഓരോ കഥാപാത്രത്തിലുള്ള ആത്മാർത്ഥത. ദരിദ്രനായാലും ധനികനായാലും നായകനായാലും വില്ലനായാലും സത്യൻ ആ കഥാപാത്രമായി മാറുമായിരുന്നു. ഓടയിൽ നിന്ന് സിനിമയിലെ പപ്പു ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്ന്. ഒരു റിക്ഷക്കാരൻ്റെ ജീവിതം, അവൻ്റെ വേദന, അവൻ്റെ സ്നേഹം, അവൻ്റെ ത്യാഗം. ആ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ പപ്പുവിനെ കണ്ടില്ല, സത്യനെ കണ്ടില്ല. അവർ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. അതായിരുന്നു സത്യന്റെ ശക്തി. ഓടയിൽ നിന്ന് യക്ഷി, ചെമ്മീൻ, തച്ചോളി ഉദയനൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, എത്ര കഥാപാത്രങ്ങൾ, എത്ര വികാരങ്ങൾ. ഓരോ കഥാപാത്രത്തിനും ഓരോ ജീവിതമായിരുന്നു. 1969 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ആദ്യമായി മികച്ച നടനുള്ള പുരസ്കാരം നേടിയതും സത്യനായിരുന്നു. കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഇരട്ട വേഷം അദ്ദേഹത്തെ ആ നേട്ടത്തിലെത്തിച്ചു. പിന്നീട് മരണാനന്തരവും വീണ്ടും മികച്ച നടനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. കാലം കടന്നുപോയി. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമായി അദ്ദേഹം മാറി. പക്ഷേ വിജയങ്ങൾക്കിടയിൽ ഒരു വലിയ ശത്രു അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നു: രോഗം, മാരകമായ രക്താർബുദം. അത് അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തി തുടങ്ങി. സാധാരണ ഒരാളായിരുന്നുവെങ്കിൽ വിശ്രമിക്കുമായിരുന്നു. പക്ഷേ സത്യൻ അങ്ങനെ ചെയ്തില്ല. ആശുപത്രിയിലേക്ക് പോകും, ചികിത്സയെടുക്കും, വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങും. വേദന എത്രയുണ്ടായാലും അദ്ദേഹം സമയത്ത് സെറ്റിലെത്തുമായിരുന്നു. കാരണം അഭിനയം എന്നത് അദ്ദേഹത്തിന് ഒരു ജോലി മാത്രമായിരുന്നില്ല, അത് ജീവിതമായിരുന്നു. പക്ഷേ രോഗം ക്രമേണ ശക്തമായി. ഒടുവിൽ 1971 ജൂൺ 15 ആ വാർത്ത കേരളത്തെ ഞെട്ടിച്ചു: സത്യൻ ഇനിയില്ല. അന്ന് വെറും ഒരു നടനല്ല മരിച്ചത്, മലയാള സിനിമയുടെ ഒരു കാലഘട്ടമാണ് അവസാനിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുവാനെത്തി. കരഞ്ഞത് കുടുംബം മാത്രമായിരുന്നില്ല, ഒരു നാട് മുഴുവൻ കരഞ്ഞു. കാരണം അവർക്ക് നഷ്ടമായത് ഒരു താരത്തെയല്ല, സ്വന്തം വീട്ടിലെ ഒരാളെപ്പോലെ തോന്നിയ മനുഷ്യനെ ആയിരുന്നു. ഇന്ന് സത്യനില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു. പപ്പു ജീവിക്കുന്നു, ഉദയനൻ ജീവിക്കുന്നു, ചെമ്മീനിലെ പളനി ജീവിക്കുന്നു. അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രവും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യന്റെ പേര് ആദ്യം വരുന്നത്. കാരണം ചില മനുഷ്യർ മരിക്കുന്നില്ല, അവർ ചരിത്രമാകും. ആ ചരിത്രത്തിന്റെ പേരാണ് സത്യൻ. ഇന്ന് സത്യൻ മാസ്റ്ററുടെ ചരമദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? കമന്റിൽ എഴുതൂ.